എല്ലാ ആത്മസുഹൃത്തുക്കൾക്കും നമസ്കാരം. ആത്മീയയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മളെല്ലാ മനുഷ്യരും അന്വേഷിക്കുന്നത് ഒരേ തത്വത്തെക്കുറിച്ച് തന്നെയാണ്. എല്ലാ മനുഷ്യരും ആ തത്വം അന്വേഷിക്കുന്നത് സുഖത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ്. പക്ഷേ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആത്മതത്വത്തെ അന്വേഷിക്കുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും എല്ലാവർക്കും സുഖം, ശാന്തി, സമാധാനം തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷേ അതിൽ കോടാനുകോടി മനുഷ്യരിൽ വളരെ വിരലിൽ എണ്ണാവുന്ന മഹത് വ്യക്തികൾക്ക് മാത്രമേ ശാശ്വതമായ ശാന്തിയും സുഖവും സമാധാനവും കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. കാരണം അന്വേഷിക്കുന്ന രീതിയിൽ ഉള്ള വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ താൻ എന്താണ് അന്വേഷിക്കുന്നത്, എങ്ങനെ അന്വേഷിക്കണം എന്നുള്ള കാര്യങ്ങളിലൊന്നും വ്യക്തമായ ധാരണ ഉണ്ടാവില്ല. ചിലര് ഭൗതികമായ ജീവിത കർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ട് സുഖത്തെ അന്വേഷിക്കുന്നു. കൂടുതൽ ആളുകളും ഭൂമിയിലുള്ള 99% ആളുകളും ഭൗതികമായ ജീവിതത്തിലൂടെ സുഖവും സന്തോഷവും എങ്ങനെ കിട്ടും എന്നുള്ള രീതിയിലാണ് അന്വേഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഓരോ മനുഷ്യനും ചെയ്യുന്നത്. ഈ കർമ്മങ്ങളിലൂടെ താൻ ആർജിക്കുന്ന എനർജിയും പണവും പ്രശസ്തിയും മറ്റുമൊക്കെ എനിക്ക് സുഖം നൽകും എന്നാണ് ഓരോ മനുഷ്യനും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ കൂടുതൽ പണം ഉണ്ടെങ്കിൽ കൂടുതൽ ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാവും എന്ന് ചിന്തിക്കുന്നത്. കാരണം നമ്മൾ പുറമേക്ക് നോക്കുന്ന മനുഷ്യരാണ്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നതിന് പകരം നമ്മളെല്ലാവരും പുറമേക്കാണ് നോക്കുന്നത്. മറ്റുള്ളവർ എങ്ങനെയാണ് ജീവിക്കുന്നത്, എൻ്റെ സുഹൃത്തുക്കൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, തൻ്റെ അയൽവാസികൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവൻ്റെ ജീവിത രീതി എങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പലപ്പോഴും നമ്മൾ ആളുകളെ വിലയിരുത്തുന്നതും അവര് ശാന്തിയിലും സമാധാനത്തിലും സന്തോഷത്തിലുമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മളെ തൊട്ടടുത്തുള്ള ആളുകൾ, അയൽവാസികള് നല്ല വാഹനം, അവരുടെ ആർഭാടമായ ജീവിതം കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും അവർ വളരെ ശാന്തിയും സമാധാനത്തും സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും അവരുടെ മണിമാളികയും അതല്ലെങ്കിൽ വലിയ വാഹനങ്ങളും ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന സാധനങ്ങളും വീടുകളിൽ ഉപയോഗിക്കുന്ന സാമഗ്രികളും മറ്റൊക്കെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുക ഇവരൊക്കെ നല്ല സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ജീവിക്കുന്നത് എന്നായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാന്തിയും സമാധാനവും എല്ലാം മറ്റു വസ്തുക്കളിലോ വ്യക്തികളിലോ അല്ല, മറിച്ച് തൻ്റെ മനസ്സ് ശാന്തി അല്ലെങ്കിൽ മനസ്സടങ്ങി കഴിഞ്ഞാൽ താൻ അനുഭവിക്കുന്ന പരമാനന്ദമാണ് യഥാർത്ഥ സുഖം, ശാന്തി എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മനസ്സ് പ്രക്ഷുബ്ധമായി ഒരു വ്യക്തിക്ക് എത്ര പണം ഉണ്ടായാലും എത്ര സൗകര്യങ്ങൾ ഉണ്ടായാലും അയാൾക്ക് ശാന്തിയോ സമാധാനമോ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം, കഴിഞ്ഞ ഒരു സത്സംഗത്തില് നമ്മുടെ ഒരു സുഹൃത്ത് വളരെ വിഷമകരമായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിനെ ആസ്പദമാക്കി വേണം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ വിഷയത്തിലേക്ക് നമ്മൾ വരാം. അപ്പോ അദ്ദേഹം ആത്മീയ അന്വേഷകനാണ്. വളരെയധികം നല്ല രീതിയിൽ
അന്വേഷണം നടത്തുന്ന വ്യക്തിയാണ്, ബാച്ചിലറാണ്, വിവാഹിതനല്ല. പക്ഷെ അദ്ദേഹത്തിന് മാതാവ് ഉണ്ട്, ബാക്കിയുള്ള സഹോദരി സഹോദരന്മാരെല്ലാം ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ വീട്ടിൽ നിർബന്ധമായിട്ട് അവരെ വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, പക്ഷെ എൻ്റെ സഹോദരങ്ങളും മാതാവും ഒക്കെ വളരെയധികം എന്നെ വിവാഹത്തിലേക്ക് നിർബന്ധിക്കുന്നു. അപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ പോകുന്ന രീതിയിലേക്ക് ശാന്തമായിട്ട് സത്യത്തെ അന്വേഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വിവാഹം എന്നുള്ളത് വളരെ പരിപാവനമായ ഒരു കാര്യം തന്നെയാണ്. ഒരാള് ഭൗതികമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിവാഹത്തോളം പരിപാവനമായ ഒരു സംഭവമില്ല. കാരണം അയാൾക്കൊരു കുടുംബം, ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന് പകരം ഒരു കുടുംബത്തോടു കൂടി തൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു സഹധർമ്മിണിയ ലെവലിൽ ഒരു സുഹൃത്തിനെയാണ് വിവാഹത്തിലൂടെ അദ്ദേഹം അല്ലെങ്കിൽ അവര് സ്വന്തമാക്കുന്നത്. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമായിരുന്നു. രണ്ട് കുടുംബങ്ങളും ഈ ഇപ്പൊ രണ്ട് വ്യക്തികളാണ് വിവാഹം കഴിക്കുന്നത് എങ്കിൽ പോലും അവരുടെ കുടുംബങ്ങളും ഈ വിവാഹത്തെ ബന്ധപ്പെട്ട് എല്ലാം ബന്ധപ്പെട്ടിട്ട് സഹകരിച്ചെങ്കിൽ മാത്രമേ ഈ വിവാഹം നടക്കുകയുണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹത്തിന്റെ കോൺസെപ്റ്റ് എല്ലാം മാറ്റം വന്നുപോയി. ഇന്ന് രണ്ട് വ്യക്തികളിലേക്ക് ചുരുങ്ങി. ആ രണ്ട് വ്യക്തികൾ വിവാഹം കഴിക്കുന്നു, അവർ തനിച്ച് താമസിക്കുന്നു. മാതാപിതാക്കളെയൊക്കെ നോക്കിയാൽ ചിലപ്പോൾ നോക്കും, ചിലപ്പോൾ നോക്കിയില്ല, അല്ലെങ്കിൽ അവരെ വൃദ്ധസദനങ്ങളിലാക്കും. പിന്നെ അവരൊരു കുടുംബം, ഒരു കുട്ടി, അവരെ കുട്ടികൾ, അങ്ങനെയുള്ള രീതിയിലേക്കാണ് ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ന്യൂക്ലിയർ ഫാമിലി ആയിട്ടാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. ആ സമൂഹത്തിൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ വിവാഹം കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ പങ്കെടുത്ത് എന്താ പറയുക, എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയാണ് വിവാഹം കഴിച്ചിരുന്നത്. ഇന്നും അങ്ങനത്തെ വിവാഹങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഭൂരിഭാഗം വിവാഹങ്ങളും പരസ്പരം രണ്ടുപേര് തമ്മിലുള്ള ഒരു കോൺട്രാക്ട് പോലെയാണ്. കാരണം വിവാഹം കഴിക്കുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ഇവരൊക്കെ എല്ലാ വീട്ടുകാരും കൂടെ ഉണ്ടാവായിരിക്കും. പക്ഷെ വിവാഹം കഴിച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ അവര് വേറെ മാറി താമസിച്ച് കുടുംബത്തിൽ നിന്നൊക്കെ അകന്ന് വേറെ താമസിക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ അതിൻ്റെതായ ദൂഷ്യങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഭൗതികമായ കാര്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. കാരണം ന്യൂക്ലിയർ ഫാമിലിയിൽ പലപ്പോഴും ഈ ഭാര്യ ഭർത്താവ് രണ്ട് കുഞ്ഞുങ്ങൾ എന്നുള്ള രീതിയിലേക്ക് ചുരുങ്ങും. അപ്പം അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവർ മാത്രമേ അറിയുള്ളൂ. കുടുംബത്തിലെ മറ്റുള്ള ആളുകളോ അവരായിട്ട് ഷെയർ ചെയ്യാനോ അവരായിട്ട് ഡിസ്കസ് ചെയ്യാനോ ആരും തയ്യാറാവില്ല. അപ്പം അതുകൊണ്ട് പലപ്പോഴും ഈ എന്തെങ്കിലും പ്രയാസങ്ങളോ സാമ്പത്തിക ബാധ്യതകളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ആ കുടുംബങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാവുകയും ആത്മഹത്യ പോലുള്ള ഇതിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ വിവാഹം ഒരു ഭൗതികനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരുള്ള തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണെങ്കിൽ പോലും അവർക്ക് ശാന്തിയും പരസ്പരം എന്താ പറയുക, കാര്യങ്ങൾ ചർച്ച ചെയ്യാനും വിഷയങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെയുള്ള ഒരാളെ സുഹൃത്തിനെ കിട്ടുക എന്നുള്ളത് വിവാഹത്തിലൂടെയാണ്. വിവാഹേതര ബന്ധങ്ങളുണ്ട്, അത് വേറെ. അപ്പോൾ വിവാഹത്തിലൂടെ നമുക്ക് അങ്ങനെ ഒരു ഗുണം സാധാരണഗതിയിൽ സമൂഹത്തിലുണ്ട്. എന്നാൽ ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന് പറയുന്നത് അത്ര രസകരമായ ഒരു സംഭവമല്ല. കാരണം വിവാഹത്തിലൂടെ ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടുന്നത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. കാരണം രണ്ടുപേര് തമ്മിൽ ഉള്ള ഒരു കോൺട്രാക്റ്റാണ് നമ്മൾ വിവാഹം എന്ന് പറയുന്നത്. അപ്പൊ ആ കോൺട്രാക്റ്റിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും അനുസരിച്ച് അത് സഹധർമ്മിണിയോ അല്ലെങ്കിൽ ഭർത്താവോ
അതിനനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പരസ്പരം അങ്ങനെ ജീവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പരമമായ ലക്ഷ്യം ആത്മശാന്തി, തത്വം അറിയുക എന്നുള്ളതാണ്. അല്ലാതെ വിവാഹത്തിൽ കിട്ടുന്ന സുഖവും സന്തോഷവും ആസ്വദിക്കാൻ വേണ്ടിയുള്ളതല്ല ഒരു ആത്മാന്വേഷിയുടെ ജീവിതം. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം എന്ന് വെച്ചാൽ, ആത്മീയമായ അന്വേഷണം നടത്തുന്ന വ്യക്തി വിവാഹത്തിലൂടെ തനിക്ക് കിട്ടുന്ന കാര്യങ്ങളെക്കാൾ ഉപരി അയാൾക്ക് നഷ്ടപ്പെടുന്നത് ഒരുപാട് കാര്യങ്ങളാണ്. അതായത് അയാളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടാവാതിരുന്ന ഒരു മമതാബന്ധം പുതിയതായിട്ടുണ്ടാവും. പിന്നെ ഈ മമതാബന്ധം കളയാൻ, ഇപ്പം ഒരു ഭാര്യയെ കല്യാണം കഴിച്ച് ആ ഭാര്യയോടുള്ള മമതാബന്ധം ഉണ്ടാവും. പിന്നെ അതിൽ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളോടുള്ള മമതാബന്ധം ഉണ്ടാവും. അപ്പം കൂടുതൽ പൊസസീവ്നെസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ആത്മീയമായ ഉയർച്ചയ്ക്ക് പകരം താഴ്ചയാണ് ഉണ്ടാവുക. അതുപോലെ ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഒരു ഘടകം ആത്മീയനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. വിവാഹത്തിലൂടെ അയാൾക്ക് നഷ്ടപ്പെടുന്നത് അയാളുടെ ബ്രഹ്മചര്യമാണ്. ബ്രഹ്മചര്യം കൂടാതെ ആത്മതത്വം അറിയാൻ പറ്റും എന്ന് ഉള്ളത് ഒത്തിരി പ്രയാസം നേറിയതാണ്. ആത്മീയമായ ഉയർച്ചയിലേക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ബ്രഹ്മചര്യമാണ്. അപ്പൊ ബ്രഹ്മചര്യത്തിലൂടെ, എന്തുകൊണ്ട് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്, പൂർണ്ണമായും എനർജിയെ നമ്മൾ പൂർണ്ണമായിട്ടും എനർജി നഷ്ടപ്പെടാതെ പൂർണ്ണമായിട്ടും അത് സൂക്ഷിച്ച് ആ എനർജീനെ നമ്മൾ മേലേക്ക് ഉയർത്തുമ്പോൾ മാത്രമാണ് അയാളിൽ ആ സത്യം ബോധ്യമാവുന്നത്. അതായത് നമ്മുടെ മൂലാധാരത്തിൽ ഇരിക്കുന്ന കുണ്ഡലിനി ശക്തിയെ ഉണർത്തണമെങ്കിൽ ബ്രഹ്മചര്യം വളരെ അത്യാവശ്യമാണ്. അത് എനർജി മൂലാധാര ചക്രത്തിൽ നിന്ന് സ്വാധിഷ്ഠാനത്തിലേക്കും, സ്വാധിഷ്ഠാനത്തിൽ നിന്നത് മണിപ്പുരത്തിലേക്കും, മണിപ്പുരത്തിൽ നിന്ന് അനാഹതയിലേക്കും, അനാഹതയിൽ നിന്ന് വിശുദ്ധിയിലേക്കൊക്കെ ഉയരണമെങ്കിൽ, വിശുദ്ധിയിൽ നിന്നത് ആത്മീയയിലേക്കും, ആത്മീയിൽ നിന്നത് സഹസ്രാരത്തിലേക്കൊക്കെ ഉണരണമെങ്കിൽ അയാളിൽ ലൈംഗികമായ എനർജി, ഊർജം അവിടെ നിലനിൽക്കണം. അപ്പം അതും ഒരു ഘടകമാണ്. അപ്പം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അത്രമാത്രം സൂക്ഷിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഒരാളുടെ നിയന്ത്രണത്തിലല്ല അയാളുടെ കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പം വിവാഹത്തിൽ രണ്ടുപേരുണ്ടല്ലോ. അപ്പൊ ഭാര്യയുടെ സമ്മതം, ഒരാൾക്ക് ബ്രഹ്മചര്യം എടുക്കണമെങ്കിൽ ഭാര്യയുടെ സമ്മതം ആവശ്യമാണ്. ഭാര്യക്ക് താല്പര്യമില്ലെങ്കിൽ പലപ്പോഴും അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കും കോലാഹലങ്ങളിലേക്കും ഡിവോഴ്സിലേക്കും അല്ലെങ്കിൽ അടിയിൽ പിടിയിലേക്കൊക്കെ നയിക്കുക. അപ്പൊ ബ്രഹ്മചര്യം എടുക്കുക എന്നുള്ളത്, അപ്പം വിവാഹിതനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മചര്യം എടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളതാണ്. പിന്നെ ബ്രഹ്മചര്യ ഒരു ഗൃഹസ്ഥാശ്രമിയായി സംബന്ധിച്ചിടത്തോളം പിന്നെ എങ്ങനെയാണ് ഇത് സാധിക്കുക എന്നുള്ളത്, രണ്ടുപേരും പരസ്പരം ധാരണയിലൂടെ മാത്രമേ വിവാഹം കഴിച്ച ആളുകൾ ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മചര്യം സ്വീകരിക്കാനും അതനുഷ്ഠിക്കാനും നിയമനിയമങ്ങൾ പാലിച്ച് ആത്മതത്വം ആത്മാന്വേഷണം നടത്താനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിവാഹം ഒരു തടസ്സമാണ്. പിന്നെ ഈ വിവാഹം കഴിച്ച ആളുകൾ ബ്രഹ്മചര്യം എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മളിപ്പോ പലപ്പോഴും കഴിച്ച ആളുകൾ ബ്രഹ്മചര്യം എടുക്കുമ്പോൾ പലപ്പോഴും ഭാര്യയില് നാഗവല്ലി സിൻഡ്രം എന്ന് പറയും. നാഗവല്ലി സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭർത്താവിനെ വളരെയധികം പകയോട് കൂടിയായിരിക്കും ഭാര്യ നോക്കുക. പലപ്പോഴും പല രീതിയിലും ആക്രമിക്കാനും ഒക്കെ ഭാര്യ ശ്രമിക്കും. അല്ലെങ്കിൽ ഭാര്യയാണ് എടുക്കുന്നതെങ്കിൽ ഭർത്താവ് ഭാര്യയെ ആക്രമിക്കുന്ന രീതിയിലേക്കോ ഒരു നാഗവല്ലി സിൻഡ്രം എന്നാണ് നമ്മളിതിനെ പറയാം. അപ്പൊ നാഗവല്ലി സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇളകും. അത് പരസ്പരം രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ച ആളുകള് പിന്നെ ഈ അകന്നു പോകുമ്പോൾ അവര് തമ്മിൽ ഒരു എന്താ പറയാ, ഒരു ഫിസിക്കൽ, ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ആ ബന്ധത്തില് പിന്നെ അത് അകന്നു പോകുമ്പോൾ പലപ്പോഴും ഒരു എനർജി അവിടെ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ആ എനർജി വളരെ സൈക്കിക് എനർജി ആയിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത് നാഗവല്ലി. ഇപ്പം ഭർത്താവ് ആണ് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നെങ്കിൽ ഭാര്യയിൽ ഈ നാഗവല്ലി സിൻഡ്രം കാണാം.
പലപ്പോഴും പല ആക്രമണങ്ങളും നടത്തുന്നതായിട്ട് ഒരുപാട് കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. സുഹൃത്തുക്കളിൽ നിന്നും മറ്റുള്ള പരീക്ഷണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറുള്ള ആൾ മാത്രമേ ആത്മീയമായിട്ട് നീങ്ങുന്ന ഒരാൾ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ട് വേണം പിന്നെ അയാൾക്ക്, അതായത് താൻ കുഴിച്ച ഒരു കുഴിയിൽ ചാടിയിട്ട് ആ കുഴിയിൽ നിന്ന് എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്ന രീതിയാണ് ഒരു ആത്മീയമായ അന്വേഷണം നടത്തുന്ന ഒരു വ്യക്തി വിവാഹം കഴിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായത്തിൽ ആത്മീയ അന്വേഷണമാണ് അയാളുടെ പരമമായ ലക്ഷ്യമെങ്കിൽ അയാൾ ഒരിക്കലും വിവാഹം കഴിക്കരുത്. വിവാഹം അയാൾക്കൊരു ട്രാപ്പാണ്, പ്രകൃതി നൽകുന്ന ഒരു ട്രാപ്പാണ്. ആത്മാന്വേഷണം നടത്തുന്നതിൽ മാത്രമല്ല ആത്മാവിനെ അറിയാനും അനുഭവിക്കാനും സാധിക്കാത്തൊരവസ്ഥയിലേക്ക് അയാളെ കൊണ്ട് എത്തിക്കും. പലപ്പോഴും പറയും നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം ഒഴിഞ്ഞു പോകുമല്ലോ എന്ന് പറയും. പക്ഷെ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇനി ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ, ഇനിയിപ്പോൾ ഭൗതികനാണ് ജീവിക്കുന്നതെങ്കിൽ പോലും അയാൾക്ക് ഏറ്റവും കൂടുതൽ സമാധാനം ശാന്തിയും കിട്ടുക ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ തന്നെയാണ്. പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഉള്ള ഒരു കടന്നുകയറ്റം തന്നെയാണ് ഒരു വിവാഹം എന്ന് പറയുന്നത്. അയാളുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളിലേക്കും ഒരു ഭാര്യ ഭർത്താവിൽ നിന്നും ഭർത്താവ് ഭാര്യയിലും ഇടപെടും. സ്വതന്ത്രമായിട്ട് ജീവിക്കാനോ സ്വതന്ത്രമായിട്ട് നീങ്ങാനോ എന്ത് കാര്യങ്ങൾക്കും ഭാര്യയുടെ സമ്മതം അല്ല ഭർത്താവിന്റെ സമ്മതം കൂടാതെ ഒരു വിവാഹബന്ധം മുന്നോട്ട് പോകില്ല. കാരണം ഒരാളൊരു തീർത്ഥാടനത്തിനോ അല്ലെങ്കിൽ ടൂറിനോ പോവുകയാണ്, ഭാര്യയുടെ സമ്മതം വേണം, അല്ലെങ്കിൽ ഭാര്യനെയും കൂട്ടണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഭർത്താവിന് സമ്മതം വേണം. അപ്പോൾ പരസ്പരം ധാരണയിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അതേസമയം ഒരു ഒറ്റയ്ക്കുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അഭിവാദിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു തീർത്ഥാടനത്തിന് പോകാൻ ആരോടും ചോദിക്കണ്ട, നേരെ ഒരു പാണ്ഡവെടുത്ത് നേരെ നീങ്ങിയാൽ മതി. മനസ്സിലായി? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആത്മീയ അന്വേഷണത്തിന് ഒരിക്കലും വിവാഹം എന്ന് പറയുന്നത് നല്ലതല്ല. വിവാഹം കഴിച്ച ഒരാളെ സംബന്ധിച്ചിടത്തല്ല പറയുന്നത്, വിവാഹം കഴിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ട് ഒരു വിവാഹം കഴിക്കുക എന്നുള്ളത് ഒരു തടസ്സം തന്നെയാണ്, ട്രാപ്പാണ്, പ്രകൃതി നൽകുന്ന ഒരു ട്രാപ്പാണ്. ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ രക്ഷപ്പെടണമെങ്കിൽ അയാൾ ഒത്തിരി പ്രയാസം എടുക്കും, അനുഭവിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. കൂടുതൽ മറ്റുള്ളൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.